അദ്ദേഹം സ്വീകരണ മുറിയിൽ നിന്ന് വാല് തുറന്നു പിടിച്ച് ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി നിന്നു. ഒരു ഭരണാധികാരിയെയും ഞാനിങ്ങനെ കണ്ടിട്ടില്ല. ഞങ്ങൾ 5 പേരും അകത്ത് പോയി. അദ്ദേഹം 15 മിനിറ്റാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം 30 മിനിറ്റ് ദീർഘിപ്പിച്ചു ഞങ്ങളുടെ സംസാരം. ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 15 മിനിറ്റ് അരമണിക്കൂറായി വർദ്ധിപ്പിച്ചു. അദ്ദേഹം അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ഞങ്ങളെ 5 പേരെയും വാതിലിൽ കൊണ്ടുവന്ന് യാത്രയാക്കിയിട്ട് അദ്ദേഹം പടങ്ങിപ്പോയി. ഇത് നമ്മൾ ഒരു ഭരണാധികാരികളുടെ ഒരു പ്രധാന ഭരണാധികാരി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഈ ഭരണാധികാരികൾ എന്ന് പറഞ്ഞ ഇവരുടെ സ്വഭാവം കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മളൊക്കെ അവിടെ ജോലിക്കാരാണ്. നമ്മൾ അവരുടെ ജോലിക്കാരാണ്, അവർ നമ്മുടെ ജോലിക്കാരാണ്. മറക്കരുത്. നമ്മൾ അവർക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നു. നമ്മളുടെ പണം അവർ ശമ്പളമായി പറ്റുന്നു. എങ്ങനെ നമ്മൾ അവരുടെ ജോലിക്കാരാവുന്നത്? ആരുടെ ജോലിക്കാരാണ്? പക്ഷെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. പക്ഷെ സത്യമല്ലേ? സത്യമില്ലാതാകുമോ? താൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ആതിഥേയൻ ആരാണ് എന്ന് ശ്രീകുമാരൻ തമ്പിയോട് ചോദിച്ചാൽ അദ്ദേഹം സംശയമില്ലാതെ പറയുന്ന ഒരു പേരുണ്ട്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിൽ നിന്ന് ഈ പ്രായത്തിലും ഇതൊക്കെ പഠിക്കാൻ സാധിച്ചല്ലോ എന്ന സന്തോഷം ഉള്ളപ്പോൾ അദ്ദേഹം സങ്കടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ശ്രീകുമാരൻ തമ്പി പറയുന്നത്, ഇത്രയും പ്രായമായല്ലോ എനിക്കിങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നാണ്, വൈകിപ്പോയി എന്നാണ് ശ്രീകുമാരൻ തമ്പി പറയുന്നത്. ആ സംഭവം ഇങ്ങനെയാണ്. അദ്ദേഹം കേരളം എന്ന് പേര് മാറ്റിയതിന് ശേഷം അതിനെക്കുറിച്ച് അതിന് നന്ദി പറയാൻ അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനെത്തി. ഓർക്കുക, അദ്ദേഹം ചെല്ലുന്നത് നരേന്ദ്രമോദിയുടെ ഓഫീസിലേക്കല്ല, നരേന്ദ്രമോദിയുടെ വീട്ടിലേക്കാണ്. ഇവർക്ക് അനുവദിച്ചിരുന്ന സമയം 15 മിനിറ്റാണ്. 15 മിനിറ്റ് കേരളത്തിൽ നിന്നുള്ള സാഹിത്യകാരന്മാരായ 5 പേരുടെ ഒരു സംഘം നരേന്ദ്രമോദിയെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുക്കുന്നു. ചെല്ലുമ്പോൾ അവരുടെ മനസ്സിലുള്ള പ്രതീക്ഷ വാതിൽ തുറക്കാൻ എത്തുന്നത് അവിടെയുള്ള അനുചരന്മാരായിരിക്കും. അവർ ആദ്യം കയറ്റിയിരുത്തും, അതിനുശേഷം പ്രധാനമന്ത്രി വരും. അങ്ങനെയാണല്ലോ യൂഷ്വലായി നമ്മൾ കാണുന്നത്. എന്നാൽ അവരെയൊക്കെ ഞെട്ടിപ്പിച്ചുകൊണ്ട് കതക് തുറന്നത് മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ നരേന്ദ്രമോദി. അവിടെ തന്നെ ഞെട്ടി. എന്നാൽ പിന്നീട് അവർ ഞെട്ടിയത് അദ്ദേഹത്തിൻ്റെ ആതിഥേയ മര്യാദ കണ്ടിട്ടാണ്. ഒരു സാധാരണ വീട്ടുകാരനെ പോലെ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി, അതും പ്രധാന ഭരണാധികാരി, ഇവരെ 5 പേരെയും സ്വീകരിക്കുന്നു, അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നു. 15 മിനിറ്റാണ് അനുവദിച്ചത്. പക്ഷേ ആ 15 മിനിറ്റ് എന്നത് 30 മിനിറ്റ് വരെ നീണ്ടിട്ടും അദ്ദേഹത്തിന് യാതൊരു വിഷമവുമില്ല. 30 മിനിറ്റോളം അവരോടൊപ്പം ഇരുന്ന് അവരുടെ വിശേഷങ്ങൾ കേട്ട്, അവർ പറയുന്നത് കേട്ട് അദ്ദേഹം അവരോടൊപ്പം സമയം ചിലവഴിച്ചു. ആ സമയത്തെല്ലാം ഒരു നല്ല ആതിഥേയനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ ഒരു എളിമ, അദ്ദേഹത്തിൻ്റെ ആ ഒരു വിനയം, അതാണ് ശ്രീകുമാരൻ തമ്പിയെ കൂടുതൽ ആകർഷിച്ചത്. അദ്ദേഹം പറയുന്നു, എനിക്കിതൊക്കെ മനസ്സിലാക്കാൻ ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നല്ലോ, എൻ്റെ പ്രായമൊക്കെ കടന്നുപോയി, എനിക്കിനി മാറ്റം വരുത്താൻ സമയം തീരെ കുറവാണ് എന്ന രീതിയിലാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന ശ്രീകുമാരൻ തമ്പിയെ മാത്രം ഞെട്ടിച്ച ഒരു വ്യക്തിയല്ല, അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ചെല്ലുന്ന ഒരു ചെറിയ കുഞ്ഞാണെങ്കിൽ പോലും ആ കുഞ്ഞിനെ വരെ ഞെട്ടിക്കുന്ന അസാമാന്യമായ വ്യക്തിത്വത്തിന് ഉടമ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നിട്ട് അദ്ദേഹം എല്ലാവരെയും ചിന്തിപ്പിക്കാനായി ഒരു വാക്കുകൂടി പറയുന്നുണ്ട്. അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിലെ പ്രധാന ഭാഗങ്ങളാണ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം പറയുന്നു, ശരിക്കും ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി, ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി, അവരൊക്കെ നമ്മുടെ സേവകരാണ്, ജനങ്ങളുടെ സേവകരാണ്, അല്ലാതെ അവരുടെ മുകളിലുള്ള ആൾക്കാരല്ല. ജനങ്ങളെ സേവിക്കുമ്പോൾ അവർ ഇങ്ങനെയൊക്കെ തന്നെയാണ് പെരുമാറേണ്ടത്. എന്നാൽ നമ്മുടെ കേരളത്തിലാണെങ്കിലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അവിടെ വിനീത വിധേയരായി നിൽക്കുന്നത് ജനങ്ങളാണ്, ഭരണാധികാരികളല്ല. മറിച്ച് നരേന്ദ്രമോദിയെ പോലെയുള്ള ഭരണകർത്താവിൻ്റെ മുന്നിൽ ചെല്ലുന്ന ഓരോ സാധാരണക്കാരായ ജനത്തിനു മുന്നിലും അദ്ദേഹം വിനീത വിധേയനായി നിൽക്കുന്നു. അദ്ദേഹം അത്രത്തോടെ എളിമയോടെ പെരുമാറുന്നു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സേവകനാണ് ഞാൻ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം അവരുടെ മുന്നിൽ നിൽക്കുന്നത്. അതാണ് കേരളത്തിലുള്ള വ്യത്യാസം എന്നും ചൂണ്ടിക്കാണിക്കാൻ ശ്രീകുമാരൻ തമ്പി മറക്കുന്നില്ല. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, ജനങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ, തൻ്റെ മുന്നിലെത്തുന്ന എല്ലാവരോടുമുള്ള അദ്ദേഹത്തിൻ്റെ ആദരവോടുകൂടിയുള്ള ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ എളിമ ഏതാളിനെയും
കേൾക്കാനുള്ള ആ ഒരു ക്ഷമ, അതൊക്കെ പലകുറി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ഓരോരുത്തരും അവരവരുടേതായ അനുഭവം ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് പുതുമയോടുകൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഈ ഒരു പെരുമാറ്റ രീതിയുടെ പുതുമ നശിക്കുന്നില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ ആരാധിക്കുന്ന, നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്ന ഓരോ ആൾക്കാരും ആഹാ, ഇത് നല്ല ഒരു രീതിയാണല്ലോ, മറ്റുള്ളവരോട് പെരുമാറുന്ന ഈ ഒരു രീതി അത് എനിക്കും ഉൾക്കൊള്ളണം എന്ന് കരുതി ആ പെരുമാറ്റ ശൈലികൾ കടമെടുക്കുന്നവർ നിരവധിയാണ്. ആ രീതിയിലാകാൻ ആഗ്രഹിക്കുന്നവർ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു വ്യക്തിത്വമായി, ഭാരതത്തിലെ തന്നെ ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളിൽ ഒന്നായി നരേന്ദ്രമോദി എക്കാലവും വാഴ്ത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശ്രീകുമാരൻ തമ്പി നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.